ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും എം.എൽ.എ. സ്ഥാനവും രാജിവെക്കണമെന്ന് അജിത് പവാർ പക്ഷം. കേരള നിയമസഭയിലെ എൻ.സി.പി എം.എൽ.എമാർക്ക് നോട്ടീസ് നൽകുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് എൻ.എ. മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളത്തിൽ രണ്ട് വിഭാഗത്തിനും എൽ.ഡി.എഫിനൊപ്പം പോകാൻ കഴിയുമെന്നും എൻ.എ. മുഹമ്മദ് കുട്ടി പറഞ്ഞു. എന്നാൽ രാജി ആവശ്യം മന്ത്രി എ.കെ. ശശീന്ദ്രൻ തള്ളി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാന്റ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഉത്തരവ് ശരിയായി വായിക്കാത്തവനാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. ഈ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടതിന് ശേഷം രണ്ട് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സംസ്ഥാന പാർട്ടിയായി എന്ന അംഗീകാരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അത് മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലും മാത്രമാണ്. ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായ വിധിയാണ് എന്നതും ഒന്ന് ശരിക്കൊന്ന് മനസ്സിലെത്തി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, ഉടൻ തന്നെ എം.എൽ.എമാർക്ക് നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ നേതൃത്വത്തിന്റെ തീരുമാനം? പ്രവിത, എൻ.സി.പി പിളർത്തി അജിത് പവാർ ഒരു വിഭാഗം നേതാക്കളെയും എം.എൽ.എമാരെയും ആയി എൻ.ഡി.എയിൽ എത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും ഒപ്പം തന്നെ 3 എം.എൽ.എമാരും ശരത് പവാറിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അജിത് പവാറിനൊപ്പം പോയ വിഭാഗം ഇപ്പോൾ അവർക്ക് ഔദ്യോഗിക എൻ.സി.പി എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മറുവിഭാഗത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള എൻ.സി.പിയുടെ എം.എൽ.എമാർക്ക് നോട്ടീസ് നൽകുമെന്നാണ് അജിത് പവാർ പക്ഷത്തിന്റെ നേതാവ് എൻ.എ. മുഹമ്മദ് കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് മാനിക്കേണ്ടതുണ്ട്. അജിത് പവാറിന് ഒപ്പം നിന്നല്ല എങ്കിൽ അയോഗ്യരാക്കാനുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും മറ്റുള്ളവർ എം.എൽ.എ. സ്ഥാനവും ഉൾപ്പെടെ രാജിവെക്കണമെന്നും രാജിവെച്ച ശേഷമാണ് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എൽ.ഡി.എഫിനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അജിത് പവാർ പക്ഷം തയ്യാറാണ് എന്നുമുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ രാജി ആവശ്യം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. ഉത്തരവ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നും നാഗാലാന്റ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ബാധകമെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. തങ്ങൾ രാജിവെക്കണമെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ അജിത് പവാറിനൊപ്പം പോയ എം.എൽ.എമാരും എം.പിമാരും രാജിവെക്കണമെന്നും എൻ.സി.പിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു എന്നുമാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം അന്തിമമല്ല എന്നും അതിനായുള്ള നിയമ പോരാട്ടം എൻ.സി.പി ശരത് പവാർ വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.